നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ശർക്കര വരട്ടിയതാണ്. ശർക്കര വരട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? വളരെ നൊസ്റ്റാൾജിയുള്ള, അതുപോലെ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു പലഹാരമാണ് അല്ലേ? ഓണത്തിന് ഒഴിച്ചു കൂട്ടാനാവാത്ത ഒന്നാണ് കായ ഉപ്പേരിയും അതുപോലെ തന്നെ ശർക്കര വരട്ടി. സദ്യക്കൊക്കെ നമ്മൾ വിളമ്പുന്നതാണ് ഈ കായ ഉപ്പേരിയും അതുപോലെ തന്നെ ശർക്കര വരട്ടി. ഈ ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്, പക്ഷേ അതിന് കുറച്ച് ടിപ്സൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത് ഈ ശർക്കര വരട്ടി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ശർക്കര വരട്ടി തയ്യാറാക്കാനായിട്ട് കായ അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. ഇത് പച്ചക്കായ, ഒട്ടും പഴുത്തു തുടങ്ങാത്ത നല്ല പച്ചക്കായ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 2 ഞെടുപ്പും കളഞ്ഞ് നീളത്തിൽ 3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ വരഞ്ഞു വെക്കണം. എന്നിട്ട് തൊലി നന്നായിട്ട് പൊളിച്ച് കളയണം. എന്നിട്ട് ഇത് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം, കറയൊക്കെ മാറാനായിട്ട്. എന്നിട്ട് പകുതിക്ക് വെച്ചിട്ട് നീളത്തിൽ 2ആയിട്ട് പിളർന്നിട്ട് ചെറിയ കഷ്ണങ്ങളായി, ഒരേ കനത്തിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. അങ്ങനെ ഇത് കറ വരരുത്. കറ വരാതെ നല്ല വൃത്തിക്ക് നല്ല കാണാൻ ഭംഗിയുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. എന്നിട്ട് ഇത് നല്ല തിളച്ച എണ്ണയിൽ ഇട്ട് വറുത്ത് കോരിയെടുക്കണം. അപ്പം ഒത്തിരി തീയും വേണ്ട വറുക്കാൻ നേരത്ത്, എന്നാൽ തീരെ കുറഞ്ഞു വിടരുത്. ഒത്തിരി തീ ആയിക്കഴിഞ്ഞാൽ പുറമൊക്കെ പെട്ടെന്ന് മുരിഞ്ഞു കിട്ടും, പക്ഷെ അകം വേവില്ല. ഇച്ചിരി കനമുള്ളതുകൊണ്ട് അകം വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. തീ കുറച്ചിടാനും പാടില്ല, പക്ഷെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നമ്മൾ വറുത്തെടുക്കണം. എണ്ണ ചൂടായോ നോക്കാൻ നമുക്കൊരു ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് അധികമില്ല, നമുക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് വറുത്തെടുക്കാം. അതുകൊണ്ട് ഞാനിത് മുഴുവൻ ഇടുക. ഒന്ന് നിരത്തിയിടാം നമുക്ക്. ഇതിട്ട് കഴിയുമ്പോൾ പിന്നെ ഒത്തിരി ഇളക്കാൻ നിൽക്കരുത്. ഒത്തിരി ഇളക്കി കഴിഞ്ഞാൽ ഇതങ്ങ് പൊടിഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് അനക്കി കൊടുക്കാനേ പാടുള്ളൂ. ഒത്തിരി ഇട്ട് ഇളക്കരുത്. നല്ല കരികരിപ്പായിട്ട് ഇത് നമുക്ക് വറുത്ത് കോരണം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പുനീര് ചേർക്കാം. അധികം ഉപ്പുനീര് വേണ്ട, പക്ഷെ എന്നാലും ഒരു ശർക്കര വരട്ടിക്കാണെങ്കിലും ഒരു നേരിയ ഉപ്പുള്ളതാണ്. നമ്മൾ ശർക്കര ചേർക്കുന്നതുകൊണ്ട് നേരിയ ഉപ്പുള്ളതായിരിക്കും രുചി. പിന്നെ നമ്മളിങ്ങനെ ഉപ്പുനീര് ചേർക്കുമ്പം ഈ വെള്ളം വീഴുമ്പോൾ പെട്ടെന്ന് ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ നടുഭാഗമൊക്കെ വേവാത്തതോ അല്ലെങ്കിൽ മൂക്കാത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഉപ്പുനീരല്ലെങ്കിൽ പോലും ഇങ്ങനെ ശർക്കര വരട്ടി വറുത്തെടുക്കുമ്പം അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം കുടഞ്ഞൊഴിച്ചാണെങ്കിലും ഇങ്ങനെ പെട്ടെന്നൊരു ടെമ്പറേച്ചർ റൈസ് ഉണ്ടാക്കാറുണ്ട്. ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ചൊന്ന് തീ കുറച്ചിടാം. ഈ ബബിൾസൊക്കെ തീർന്നു കഴിയുമ്പം ഇതിൻ്റെ ഉള്ള വെള്ളമയം എല്ലാം മാറി ഇത് മൂത്തിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇത് കണ്ടത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്ക് ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം, കിലുകിലാന്നുള്ള സൗണ്ട്. നമുക്കിനി ഇത് വറുത്ത് കോരാം. ഒട്ടും എണ്ണയില്ലാതെ എണ്ണ മുഴുവൻ കളഞ്ഞ് നമുക്ക് കോരിയെടുക്കാം. ഇനി ഇത് നല്ല ചൂടിലായതുകൊണ്ട് ഈ ചൂട് മാറുമ്പോഴത്തേക്കും ഒന്നും കൂടി മൊരിഞ്ഞ് കിട്ടും, ഒന്നുകൂടി ക്രിസ്പാവും അത്. പിന്നെ ഒത്തിരി നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര കട്ടിയാകുമേ. നമുക്കങ്ങനെ ഒത്തിരി കട്ടിയായാലും കടിച്ചാൽ കൊള്ളണം, അല്ലെങ്കിലും കൊള്ളത്തില്ല ശർക്കര വരട്ടി. ഇനി ഇത് ശർക്കര പുരട്ടാനുള്ള നമ്മുടെ ശർക്കരയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോഴത്തേക്കും ഇതിൻ്റെ ചൂടും നന്നായിട്ട് ആറിക്കിട്ടണം. ഇനി ഈ ശർക്കര പുരട്ടാനായിട്ട് ഈ പാൻ നന്നായിട്ട് ചൂടായി. ഈ ശർക്കര നമുക്ക് ചേർക്കാം. ഈ ശർക്കരയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർക്കാം. ഇത് എന്നിട്ട് ഒരു നൂൽപാകം ശർക്കരയുടെ, അതായത് നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പം നമുക്ക് 1 നൂലാ വരാവുള്ളൂ. 2 നൂലെന്ന് പറയുമ്പം 2 നൂല് നമ്മുടെ വിരലിൻ്റെ ഇടയ്ക്ക് കിട്ടും. അതാണ് ഈ 1 നൂൽപാകവും 2 നൂൽപാകവും ഒക്കെ. അല്ലെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഒരു ഡ്രോപ്പ് ഈ ശർക്കര മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കഴിയുമ്പോൾ അത് സ്പ്രെഡ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് 1 ത്രെഡ് കൺസിസ്റ്റൻസി ആയെന്ന് വിചാരിക്കാം. ഇത് 1 നൂൽ പാകമായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഈ ശർക്കര വരട്ടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഈ ശർക്കര മുഴുവനും ഇതിലോട്ട് പറ്റിപ്പിടിക്കും. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം.
ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ചുക്കുപൊടി ചേർക്കണം. ശരിക്കും ഒരു 1/2 ടീസ്പൂൺ തന്നെ. ചുക്കിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടത് ശർക്കര വരട്ടിക്ക്. ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർക്കണം. കുരുമുളക് പൊടി ഒരു കുറച്ച് ചേർത്താൽ മതി. നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇത് നമ്മുടെ കുത്തരി വറുത്ത് പൊടിച്ചേക്കുന്നതാണ്. ഇതും ചേർത്ത് കൊടുക്കണം. നമുക്ക് ഈ അരി വറുത്ത് പൊടിച്ചത് ഇച്ചിരി ഇട്ട് കൊടുക്കാം. അധികം ഇടേണ്ട ആവശ്യമില്ല. അതുപോലെ കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഇതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇന്നുണ്ടാക്കിയത് ശർക്കര വരട്ടിയാണ്. ഇത് നമുക്ക് വീടുകളിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ കുറച്ചൊന്ന് അതിൻ്റെ ഉള്ള ടിപ്സ് കുറച്ചൊന്ന് നമ്മൾ അറിയണം എന്നേ ഉള്ളൂ. വറുത്തെടുക്കുന്ന പാകം, അതുപോലെ നല്ല കരിയരിപ്പായിട്ട് വറുത്തെടുക്കണം. ഞാൻ പറഞ്ഞു നല്ല തീയിലും പാടില്ല, അതുപോലെ തീരെ കുറച്ച് തീയും ഇട്ട് വറുക്കരുത്. അകമൊക്കെ നന്നായിട്ട് വേവണം. പിന്നെ ശർക്കര പുരട്ടുന്നതിന് മുമ്പായിട്ട് ഈ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഏത്തക്ക ചിപ്സ് നല്ലതായിട്ട് ചൂടാറണം. പിന്നെ നിങ്ങൾ കണ്ടു വീഡിയോ ഇത് ചെയ്യുന്നതിൻ്റെ, അപ്പോൾ നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കുറച്ച് ടിപ്സ് അറിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ശർക്കര വരട്ടി വീടുകളിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ ഓണക്കാലത്ത് നിങ്ങൾ വീടുകളിൽ ശർക്കര വരട്ടി തയ്യാറാക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്.